ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മനോഹരമായൊരു ക്രാഫ്റ്റ് വർക്കും കൊണ്ടാണ്. നമ്മുടെ വീടുകളിലുള്ള പഴയ നോൺ സ്റ്റിക്ക് പാൻ വെച്ചാണ് കേട്ടോ ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. നല്ല സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ പഴയ കുപ്പികളും കൂടി ഇതിനാവശ്യമായിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്ക്, നമ്മളുടെ ഹോം ഡെക്കറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ചെയ്ത് നോക്കിയാലോ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് മനോഹരമായ ഒരു ഹോം ഡെക്കർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ നമ്മളുടെ നോൺ സ്റ്റിക്ക് പാത്രം ഇതാണ് കേട്ടോ. പഴയ നോൺ സ്റ്റിക്ക് പാത്രമാണ്. അതിൻ്റെ നോൺ സ്റ്റിക്കൊക്കെ ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കേടായതുകൊണ്ടാണ് ഞാനിത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് കേട്ടോ. ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ മതിയാകും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൊക്കോക്കോളയുടെയും 7-അപ്പിൻ്റെയൊക്കെ കുപ്പികളാണ്. നമ്മൾ വലിച്ച് ദൂരെ കളയുന്ന കുപ്പികളാണ്. പക്ഷേ ഇതുകൊണ്ടൊക്കെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അത് ഉപയോഗിക്കരുത്. അത് പൂർണ്ണമായിട്ട് ഇളക്കി കളയാനുള്ള രീതിയിലാണെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കണേ. നന്നായിട്ട് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ആ പാത്രം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് നമ്മളുടെ ടവൽ വെച്ചോ അല്ലെങ്കിൽ തുണി വെച്ചോ ഒക്കെ നമുക്ക് നന്നായിട്ട് തുടച്ചൊന്ന് കൊടുക്കാം. കണ്ടോ, ഇപ്പം നന്നായിട്ട് ഞാൻ ആ പൊടിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് കളറാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ മനസ്സിന് തോന്നുന്ന ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കറുത്ത പെയിൻ്റാണ് കേട്ടോ. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ പാത്രത്തിനകത്തും അതിൻ്റെ ആ ഒരു കൈപ്പിടിയുടെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗങ്ങളിലുമൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ പെയിൻ്റ് എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഉണങ്ങാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് രണ്ട് വശവും നമുക്ക് ഒന്ന് മുറിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനിലാണോ പൂക്കൾ വേണ്ടത് ആ ഡിസൈൻ അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാവേ. ഞാനിവിടെ ഒരു ലോട്ടസ് മാതിരിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ആ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൽ നമുക്കിഷ്ടമുള്ള ആ ഒരു ഷേപ്പിലേക്ക് നമുക്കൊരു ഡിസൈൻ വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വെക്കാം. അപ്പോൾ ഞാനിനി ആ പെറ്റൽസ് എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിച്ചു തരാവേ. അപ്പോൾ നമ്മളുടെ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള പെറ്റൽസൊക്കെ ഞാനിവിടെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ലീഫും കൂടി കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു പച്ച കളറിലുള്ള 7-അപ്പിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അങ്ങനെയുള്ള പച്ച നിറത്തിലുള്ള ബോട്ടിലുകൾ നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലീഫായിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ കുപ്പിയിൽ നിന്നും 4 ലീഫുകളാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് വലുപ്പമുള്ള ലീഫാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ആ ഒരു പാത്രത്തിൽ ഒതുങ്ങത്തക്ക രീതിയിലുള്ള ലീഫായിരിക്കണം കേട്ടോ നിങ്ങൾ കട്ട് ചെയ്യുമ്പം. ഇനി നമുക്ക് നമ്മളുടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലീഫിന് കുറച്ച് പെയിൻറ്റും കൂടി അടിച്ചു കൊടുക്കണം. ഞാനൊരു പച്ച നിറത്തിലുള്ള പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ള പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു കളറാണ് കേട്ടോ. അത് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടി എനിക്ക്. ഇനി നമുക്ക് നമ്മളുടെ ഇതളുകളൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കി എടുക്കേണ്ടതുണ്ട്. അതിലേക്ക് ഞാൻ ഇതുപോലെ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു ഇതളുകൾ നല്ല കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ.
അപ്പോൾ നല്ല ആ ഒരു പെറ്റൽ നന്നായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മളൊരു പൂവിൻ്റെ ഇതൾ പോലെ തന്നെ നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. കണ്ടോ, നല്ല ഒരു ഡിസൈനിലേക്ക് നമുക്ക് കിട്ടും. ഇവിടെ ഒരു ലൈറ്റ് റോസ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഒരു താമരപ്പൂവിൻ്റെയൊക്കെ ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ട്. ഇനി നമുക്ക് നമ്മളുടെ പെറ്റൽസിനും നന്നായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലൂ ഗണ്ണാണ്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ലൊരു ഗ്ലൂ ഗണ്ണായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചാണ് ഞാൻ ഈ പെറ്റൽസൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മളുടെ ആ ഒരു പെറ്റൽസൊക്കെ ചേർത്ത് നമുക്ക് നല്ല മനോഹരമാക്കാം. കണ്ടോ, ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എല്ലാ പെറ്റൽസും ഞാനിവിടെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ലീഫും കൂടി ഇതിനകത്തേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ആ ഒരു കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈങ് പാനിൻ്റെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളുടെ വീട്ടിലുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇളകിപ്പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പഴയ തവയുണ്ടെങ്കിലോ ഒക്കെ നമുക്കിതുപോലത്തെ ഓരോരോ റീയൂസ് ഐഡിയകളോടുകൂടി ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ലീഫാണ് കേട്ടോ. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ ഒരു പശ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ അതിൻ്റെ ആ ഒരു വശങ്ങളിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒട്ടിച്ചെടുത്താൽ മതിയാകും. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് ആ സെൻറ്ററിലായിട്ട് ആ പൂ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം ഇട്ടതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ഭംഗിയായിട്ട് ആ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലീഫൊക്കെ ഞാനിവിടെ ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലവറും കൂടി അതിൻ്റെ മുകളിലായിട്ട് ആ സെൻറ്ററിലായിട്ട് നമുക്ക് ആ ഫ്ലവറും നമുക്കിനി പൂവും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പൂവിൻ്റെ ആ ഒരു ബാക്ക് വശത്തായിട്ട് നന്നായിട്ടൊന്ന് പശ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയാണ്. ഇപ്പോഴേ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വേഗം തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുമ്പോൾ നല്ല എളുപ്പമാണ്, നല്ലൊരു സാധനമാണ്. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് പശയും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒരു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചെറിയൊരു കല്ലും കൂടി ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഭാഗത്തേക്ക് ഞാൻ കുറച്ച് പശ തേച്ചതിന് ശേഷം ചെറിയൊരു കല്ലും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫാബ്രിക് പെയിൻറ്റും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിട്ടും അതിൻ്റെ ലീഫിലേക്കും ഒന്ന് തേച്ച് കൊടുക്കാം. ആ ഒരു വൈറ്റ് പോർഷൻ മറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോഴും നല്ലൊരു കുറച്ച് ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആ മുറിച്ചെടുത്ത കുപ്പിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ആ ഫാബ്രിക് പെയിൻറ്റ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കൊക്കെ ആ കുപ്പി വെക്കുകയും ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് പല വർണ്ണത്തിലുള്ള പെബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിലും ഭംഗിയൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല രസമാണ് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കൈപ്പിടി ഉണ്ടല്ലോ, നമ്മളുടെ ആ ഒരു ഫ്രൈ പാനിൻ്റെ കൈപ്പിടിയിലേക്ക് ഒരു കുപ്പിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് വെള്ളം ഒഴിക്കുന്ന രീതിയിലിരിക്കും, അപ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ ആ കുപ്പിയിലേക്ക് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഇലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കണ്ടോ ഇതുപോലെ ഒന്ന് അതിനകത്തേക്കൊന്ന് ഒട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കുപ്പിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കാം കേട്ടോ. ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല. ആ ഒരു ബ്ലൂ പാർട്ട് മാത്രം എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുറച്ച് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ ഒരു കൈപ്പിടിയിലേക്ക് നമുക്ക് ഒട്ടിച്ച് ചേർക്കാം. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഞാനൊരു കുറച്ച് ഗ്ലൂ ആ കുപ്പിയുടെ വായുഭാഗത്തും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു വെള്ളം ഒഴുകുന്നൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഐഡിയകൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറിഞ്ഞുകൂടാത്തവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മടിക്കരുത്. തുടർന്നും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.